ഓക്കെ, ലോക്ക് ചെയ്തു കഴിഞ്ഞു. അയൺ ബാറ്ററിയാണ്. ഓക്കെ. What's happening people, this is Kochimachan and welcome back to another vlog. ഞാൻ ഇന്ന് വന്നേക്കണത് ആരെ കാണാൻ നോക്കിയാൽ നമ്മുടെ നിഷാനെ കാണാനാണ് വന്നേക്കണേ. നിഷാൻ ആൻഡ് ഹിസ് കൺവേർട്ടബിൾ ഇലക്ട്രിക് വീൽ ചെയർ. അപ്പോൾ ഇതിനെ പറ്റിയുള്ളൊരു വിശേഷങ്ങളായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഇതാണ് നമ്മുടെ നിഷാൻ, അത് നമ്മുടെ റമീസ് നിഷാൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ നിഷാൻ ബ്രോ പറയും, എന്താണ് ഈ ഒരു വീൽ ചെയർ? ഇത് ലൈക്ക് നമ്മുടെ ഒരു ഇന്ത്യസ് ഫസ്റ്റ് മോട്ടറൈസ്ഡ് വീൽ ചെയർ വെഹിക്കിളാണ്. ഇത് ഐറ്റ് മദ്രാസിലൊരു ഇന്നോവേഷനാണ്. ഇപ്പോൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ഓൺ റോഡ് ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ലൈക്ക് പാരപ്ലീജിക് ആയിട്ടുള്ള യൂസേഴ്സിന് ഇപ്പോൾ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആക്സിഡൻറ്റ് പറ്റിയിട്ട് സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റി വരും, അല്ലാതെ ബൈബർത്ത് പോളിയോ, കാലുകൾ ആംബിറ്റി ചെയ്തിട്ടുള്ളവർ, അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബിലിറ്റി റൈഡാണ്. കാരണം നമുക്കിപ്പോൾ ഓരോ ആൾക്കാർക്കും പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഒരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കാറിൽ കയറാനാണെങ്കിലും വീൽ ചെയർ എടുത്ത് വെക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, ട്രൈ സ്കൂട്ടറിൽ കയറാനാണെങ്കിലും വീൽ ചെയർ എടുത്ത് വെക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ ഏകദേശം നമ്മുടെ ഏരിയയിലുള്ള ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് റോട്ടിലിറങ്ങി നമുക്ക് വണ്ടി ഓടിച്ച് പോവാം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ യൂസ് വരുന്നത്. യെസ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇത് എങ്ങനെ ഇത് കണ്ടോട്ടോ. ഇപ്പോൾ ഡിറ്റാച്ച് ചെയ്യണത് കണ്ടോ, ഇത് ഡിറ്റാച്ച് ചെയ്ത ആൾക്ക് അതവിടെ വെച്ച് ഇതൊരു സിമ്പിൾ ഒരു വീൽ ചെയർ ആയിട്ട് മാറും. നോർമലി എല്ലാ സ്ഥലത്തും മാൾ, ഓഫീസിൽ പോവാം, അല്ലാതെ സ്കൂള്, കോളേജസിലൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഡിറ്റാച്ച് ചെയ്തിട്ട് നോർമലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇത് നിയോ ഫ്ലൈ എന്നാണ് ഇതിൻ്റെ പേര്. കമ്പനിയുടെ പേര് നിയോ മോഷനാണ്. ദിസ് ഈസ് നിയോ ഫ്ലൈ ആൻഡ് ദിസ് ഈസ് നിയോ ബോൾട്ട്. അപ്പോൾ ഇത് നിയോ ഫ്ലൈ എന്ന് പറയുന്നത് നമുക്ക് ഓൺ റോഡ് ലൈക്ക് നമുക്ക് ആക്റ്റീവായിട്ട് മാളിനുള്ളിലും ഓഫീസിലൊക്കെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലൈക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചറാണ്. അതുപോലെ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ. ഈസ് ഓഫ് പുഷിങ് കൂടുതലാണ്. നമുക്ക് മുന്നോട്ടും ബാക്കിലോട്ടും ഈസി ആയിട്ട് ഇതുപോലെ പുഷ് ചെയ്യാം. ഓക്കെ. ഇത് എർഗണോമിക് പുഷറുമാണ് വരുന്നത്. ഇത് കസ്റ്റമൈസ്ഡും കൂടിയാണ്. ഇതിപ്പോൾ നമ്മുടെ യൂസ് അനുസരിച്ച് ഇത് കസ്റ്റമൈസ് ചെയ്ത് തരുമല്ലോ അവർ? അതെ. ഇതിപ്പോൾ നമ്മുടെ ഓരോ ആൾക്കാരുടെ ലെവൽ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യും. ഇതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ യൂസിനുള്ള വണ്ടിയാണ്. പിന്നെ ഇത് ഇരിക്കുന്ന അപ്പോൾ ബ്രോഡ് ഹൈറ്റിനും ബ്രോഡ് വെയിറ്റ് അനുസരിച്ച് പിന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നല്ലേ. ആം റെസ്റ്റും നമ്മുടെ ബാക്ക് റെസ്റ്റും എല്ലാം ഓരോ ആൾക്കാരുടെ മെഷർമെന്റ് അനുസരിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് എൻ്റെ ഒരു ലെവലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓരോ ആൾക്കാർക്ക് ഇപ്പോൾ വേറൊരാൾക്കാണെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഹൈറ്റ് കൂട്ടി ചെയ്തു കൊടുക്കും. അതോടൊപ്പം ആം റെസ്റ്റ് ആണെങ്കിലും ലൈക്ക് കറക്റ്റ് റൈറ്റ് പോസ്റ്ററിലായിരിക്കും. കാരണം ലോങ് ടേം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് വീൽ ചെയർ. അപ്പോൾ അവർക്കൊക്കെ കൂടുതൽ വോഴ്സ് ആവാതെ അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. നടുവേദനയും കഴുത്തുവേദനയൊന്നും വരാതെ കറക്റ്റായിട്ട് ഈസി ലൈഫ് സ്റ്റൈലായിരിക്കും. ലൈഫ് സ്റ്റൈൽ കുറച്ചുകൂടി ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു യൂസ് വരുന്നത്. അതാണ് നിയോ ഫ്ലൈ അല്ലേ? ഇതാണ് നിയോ ഫ്ലൈ. ആൻഡ് ബ്രേക്സ് വരുന്നുണ്ട്. ഓക്കെ, ഇതാട്ടോ ഇതിൻ്റെ ബ്രേക്സും കാര്യങ്ങളും. ഇത് ഒന്ന് ബ്രേക്സ് എടുത്ത് അങ്ങനെ എടുത്തിട്ട് നേരെ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ടയറിലേക്ക് അറ്റാച്ച് ചെയ്യും. ഓക്കെ. അതോടൊപ്പം ആക്റ്റീവ് റിജിഡ് ഫ്രെയിമാണ് വരുന്നത്. അപ്പം നമ്മുടെ കാലുകളാണെങ്കിലും കറക്റ്റ് ആംഗിളിൽ ഉണ്ടാകും. ഓക്കെ. പിന്നെ ഫോളിങ് ചാൻസ് കുറവായിരിക്കും. സീറ്റ് ബെൽറ്റ്സ് വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ഉണ്ട്. അതെ. ഇതിൽ പ്രഷർ റിലീഫ് കുഷനാണ്. കുഷൻ കുറച്ചുകൂടി നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കുഷനാണ്. പിന്നെ ടയേഴ്സ് നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്ത് ടയേഴ്സ് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം അല്ലേ? എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഇത് ഈ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഊരി എടുത്തിട്ട് ടയർ വരും. അതെ, അത് വരും. അതോടൊപ്പം ബാക്ക് റെസ്റ്റ് മടക്കി നമുക്ക് കാറിനുള്ളിലൊക്കെ ഫോൾഡ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും. ഫോൾഡ് ചെയ്ത് നമുക്ക് കാറിനുള്ളിലും എല്ലാം കൊണ്ടുപോകാൻ യാത്ര ചെയ്യാനൊക്കെ കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ. ഇതാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വരുന്നത്. ബാക്കി അതാണ് നമ്മുടെ ആ വീൽ ചെയർ. അപ്പോൾ ഈ വീൽ ചെയർ ആണ് നമ്മുടെ ഈ ഒരു നിയോ ബോൾട്ട് എന്ന് പറഞ്ഞ സാധനത്തിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഇനി ജസ്റ്റ് ഇതെന്താണ് നിയോ ബോൾട്ടിനെ പറ്റി പറയുവാണെങ്കിൽ ഇത് നമുക്ക് ബാറ്ററി പവേർഡ് ആണ്. ഓക്കെ. ബൈ 4 hours ഫുൾ ചാർജിങ്, 30 കിലോമീറ്റർ റേഞ്ച്, 25 കിലോമീറ്റർ സ്പീഡ്, 30 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാനും 4 മണിക്കൂർ ചാർജ് ചെയ്താൽ 25 കിലോമീറ്റർ 30 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാം. ഓക്കെ. 25 കിലോമീറ്റർ ആണ് മാക്സിമം സ്പീഡ് വരുന്നത്. 25 കിലോമീറ്റർ ആണ് മാക്സിമം സ്പീഡ് വരുന്നത്. ഓക്കെ. ബാറ്ററി നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയാണ്. ആ ബാറ്ററി ഒന്ന് ഇതാട്ടോ, ഈ സെൻറ്റർ പോർഷനിൽ ഇരിക്കുന്നതാണ് ബാറ്ററി. ലിഥിയം അയൺ ബാറ്ററിയാണ്. ഓക്കെ. ഇതിങ്ങനെ കൊണ്ടുപോയി നമുക്ക് ഇതിനൊരു ചാർജർ വരുന്നുണ്ട്. ലാപ്ടോപ്പിൽ വരുന്ന തരത്തിലുള്ള ഒരു ചാർജറാണ്. അത് നമുക്ക് ചാർജിങ് കഴിഞ്ഞാൽ ഉടനെ അത്രേ ഉള്ളൂ. ഈ കീ വെച്ചിട്ടാണോ ഇത് ഫുൾ സിസ്റ്റം ഓൺ ആവുന്നത്? ഓക്കെ. ഇത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഊരാം. ഇത് ജസ്റ്റ് ലോക്ക്ഡ് ആണ് ഇപ്പോഴും. ഒന്നുകൂടി ആക്കുമ്പോഴാണ് ഓൺ ആയിട്ടുള്ളത്. ഓക്കെ. ഇനി ഇതിൽ നമുക്ക് ബാറ്ററി കപ്പാസിറ്റീസ് അറിയാൻ പറ്റും. ചാർജ്. ഓക്കെ. അവിടെയാണല്ലേ അറിയണേ ഫുൾ ആണോ? ഓക്കെ. പിന്നെ ബാക്കി ബാറ്ററി പവേർഡ് ആണ്. ലൈക്ക് ഫോൺ വരുന്നുണ്ട്, ബ്രേക്സും, ഡാഷ്ബോർഡ് വരുന്നുണ്ട്. ഡാഷ്ബോർഡിൽ നമുക്ക് എത്ര കിലോമീറ്ററിലാണ് വണ്ടി പോകുന്നതും
അല്ലാതെ ബാറ്ററി കപ്പാസിറ്റി എത്ര ശതമാനം ഇനി ഉണ്ട്, എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും എന്നുള്ളതൊക്കെ ഇതിൽ അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. 3 മോഡ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ, 3 മോഡ്സ് വരുന്നുണ്ട്. പക്ഷേ അത് ലൈക്ക് നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ, നോർമലി യൂസ് ചെയ്യാം. ഓക്കെ, പ്രശ്നമില്ല. അത് സ്റ്റാർട്ടിങ്ങിൽ 1 ആയിരിക്കും കിടക്കുന്നത്. ഓക്കെ, അതൊരു മോഡാണല്ലേ 1? നടക്കുന്ന സ്പീഡ്. അതെ അതെ, ലൈക്ക് 1-ലാണെങ്കിൽ നമുക്ക് ഒരാളോടൊപ്പം നടക്കുവാണെങ്കിൽ ആ ഒരു സ്പീഡ് വരും. 1 to 3 ആക്കുമ്പോഴാണ് ഈ 25 കിലോമീറ്റർ സ്പീഡ് വരെ പോകുന്നത്. അതെ, ഓൺ റോഡ് നമുക്ക് ഓടിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതുവരെയും ഞാൻ ഓടിയിട്ടുള്ളത് 4140 കിലോമീറ്റർ ഞാൻ ഇതുവരെയും ട്രാവൽ ചെയ്തിട്ടുണ്ട്. 4114 കിലോമീറ്റേഴ്സ് ഓടിച്ചല്ലേ ഇതിൽ? ട്രിവാൻഡ്രത്തും കൊച്ചിയിലൊക്കെ ആയിട്ട് അടിപൊളി. ഇപ്പോൾ ആളിപ്പോൾ സ്വന്തം ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്ത് ഇവിടം വരെ വന്നത്, ട്രെയിനിൽ വന്നു. എന്നിട്ട് ഇത് ഇവിടെ റോട്ടിൽ ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല കേട്ടോ ഇതിപ്പോൾ ആൾ റോട്ടിൽ ഓടിച്ചുകൊണ്ട്. കാര്യം നിങ്ങൾക്ക് ഈ സാധനം കാണാൻ, ഇതാണ് ഇതിൻ്റെ ആ ഒരു ഹബ് മോട്ടർ വെച്ചേക്കണം. എനിക്ക് തോന്നുന്നു ബോഷിൻ്റെ ഹബ് മോട്ടറാണ് ഇതിൽ വെച്ചേക്കണത്. ഒരു ഹോണ് കാണാം, പിന്നെ ഒരു ചെറിയൊരു സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്, ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ലൈറ്റ് ഉണ്ട് ഫ്രണ്ടിൽ. പിന്നെ ഇത് ബ്രേക്സ്, ഇതാണ് അതിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ ബ്രേക്സ് നമുക്ക് ഹാൻഡിൽ വഴി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഡ്രം ബ്രേക്ക് പോലത്തെ ഒരു ബ്രേക്സ് നമുക്കിവിടെ കാണാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് എന്തായിരുന്നു പറഞ്ഞ ബ്രോ പറഞ്ഞത്? നമുക്ക് ആൻറ്റി ടിപ്പേഴ്സ് ആണ്, നമുക്കൊരു ഓഫ് റോഡ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫുള്ള് ഒന്ന് ഇപ്പോൾ ഇതിലൊന്ന് കാണിച്ചത്. ഇതായത് നമ്മൾ ഈ വണ്ടി ഫുള്ളായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സൈഡിലേക്ക് മറിയാണ്ടിരിക്കാൻ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയുള്ളൊരു സാധനം കേട്ടോ അതിപ്പോൾ കാണിച്ചു തരുന്നു. ഇത് ഇങ്ങനെ എടുത്തിട്ട് സൈഡിലേക്ക് വെച്ചാൽ ഇത് നമുക്ക് ആ ഒരു സപ്പോർട്ട് വരും, സൈഡിലേക്ക് മറിയാണ്ടിരിക്കാനുള്ളൊരു സപ്പോർട്ട് നമുക്ക് ഈ ഒരു ചെറിയൊരു വീൽസിൽ നിന്ന് നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു യൂസാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതാണ് വണ്ടി ഒരു ഓവറോൾ. ഇത് ഡീറ്റാച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ബ്രേക്സ് കളഞ്ഞിട്ട് ഈ ലിവർ ജസ്റ്റ് പുഷ് ചെയ്യുന്നു. അതെ, ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിക്കാം. ഓക്കെ, ലോക്ക് ചെയ്തു കഴിഞ്ഞു. ബ്രേക്സ് റിമൂവ്, ജസ്റ്റ് ഒന്ന് കീ ഓൺ ചെയ്തു. കണ്ടോ, നല്ല സിമ്പിളായിട്ടാട്ടോ ഈ ഇവിടെ ഓടിച്ചെടുക്കണേ. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, നമുക്ക് റിവേഴ്സും അവൈലബിൾ ആണ്. റിവേഴ്സ് നമുക്ക് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സൗണ്ട് ഉണ്ടാവും. ഓക്കെ, വണ്ടി റിവേഴ്സ് പോകാനും ഇലക്ട്രിക് മോട്ടോർ ഡിപ്പെൻഡിങ് വരുന്നില്ല. അതോടൊപ്പം ബ്രേക്ക് ചെയ്യുന്നു, ഈ ഒരു ലോക്ക് മാറ്റുന്നു. ഈ ഒരു ക്ലാമ്പിൽ ജസ്റ്റ് ചെറിയൊരു പ്രഷർ കൊടുക്കണം അല്ലേ? ജസ്റ്റ് ഒരു ഈ വണ്ടി സപ്പോർട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് വണ്ടി പ്രസ് ചെയ്തിട്ട് നമുക്ക് മാറ്റുക, അത്രേ ഉള്ളൂ. ഇത്രേ വരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നിയോ മോഷൻ അല്ലേ? നിയോ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു IIT മദ്രാസിൽ ഇന്നോവേഷൻ ആയിട്ടുള്ള IIT മദ്രാസിൽ ഇന്നോവേറ്റ് ചെയ്തൊരു സാധനമാണിത്. ലൈക്ക് ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാനും അവരുടെ ഒരു ഡെയിലി ലൈഫ് കുറച്ചും കൂടെ ഒരു ഹാപ്പനിങ് എന്നൊരു ഒരു സന്തോഷം കൊണ്ടുവരാം. അതെ, ഫീൽ ദ വിൻ. നമുക്ക് ആ ഒരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ മുഖത്ത് കാറ്റടിക്കുന്ന ഒരു ഫീലും ഒരു ഇൻഡിപെൻഡന്റ് ഫീലാണ്. ഇങ്ങനെ ആയാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാം എന്നുള്ളൊരു ഇതാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് അവർക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര അടിപൊളി സാധനമാണ്. എനിക്ക് കണ്ടില്ല, ഇങ്ങനത്തെ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ആൾക്ക് ഡെഫിനറ്റ്ലി ഒരു എസ്കേപ്പ് ഫ്രം ഹിസ് ക്ലോസ്ഡ് ഏരിയ എന്നാണ് പറയാം അല്ലേ ബ്രോ? നല്ല രീതിയിൽ യൂസ് ചെയ്യണല്ലേ? നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും പുറത്തോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണിത്, എൻ്റെ മൊബിലിറ്റിക്ക് വേണ്ടി. ബ്രോ മാക്സിമം എത്രയൊക്കെ ഇതിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടായി? മാക്സിമം ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള കിലോമീറ്റർ 4000. അതത്ര അല്ലാണ്ട് വൺ സ്ട്രെച്ച് ഞാൻ 30 കിലോമീറ്റർ പോയിട്ടുണ്ട്. ഞാനിവിടെ അങ്കമാലിയിൽ ആലുവയിൽ ഫസ്റ്റ് ഇറങ്ങി, കൊച്ചി ആലുവയിൽ വന്നിട്ട് ആലുവ ടു അങ്കമാലി 19 കിലോമീറ്റർ വണ്ടിയിൽ യാത്ര ചെയ്തു. ഇതിൽ പോയി. പിന്നെ അവിടെ 2-3 ഷോ ഉണ്ടായിരുന്നു, ഈവന്റ് ആയിരുന്നു. ഈവന്റ് കഴിഞ്ഞിട്ട് അങ്കമാലി ടു ഇരിഞ്ഞാലക്കുട വരെ ഞാൻ 30 കിലോമീറ്റർ ഇതിലാണ് ഓടിച്ചത്. നൈറ്റ് ടൈമിൽ ഞാൻ ഓടിച്ചു. പിന്നെ ബാക്കിൽ ഇതിൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, ബാക്കിൽ ഫ്ലാഷേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രിയൊക്കെ ഓടിക്കുമ്പോൾ ആ ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയുള്ള. പിന്നെ നമ്മൾ കൂടുതലും കൂടി ഒരു സിഗ്നൽസ് കൊടുത്തു പോവുക, കാരണം നമ്മൾ നോർമലി ബൈക്ക് ഒരു റോട്ടിൽ ഓടിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ബാക്കിയുള്ള ആൾക്കാരെ തെറ്റ് കാരണം നമുക്ക് ബുദ്ധിമുട്ടാവാം. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരിലും കൂടി ഒരു കണക്ഷൻ ആയിട്ട് വണ്ടി ഓടിക്കുക. ആ ഒരു കണക്ഷൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഉണ്ടായിരിക്കണം. ഒരു കുഴി കാണുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു സിഗ്നൽസ് ഒക്കെ. ഇതിപ്പോൾ ആദ്യം ഓടിച്ചു തുടങ്ങിയപ്പോൾ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തായിരുന്നു? അത് ഭയങ്കര ഈസി ടു റൈഡ് ആണ്. എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല ആദ്യം ഓടിച്ചു തുടങ്ങിയപ്പോൾ? തോന്നിയിട്ടില്ല. എനിക്ക് ഞാൻ ഓൾറെഡി മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം 1 വീക്ക് എടുത്തു ഒന്ന് ഇതായി വരാൻ. ഒന്ന്
ഒന്ന് വണ്ടിയായിട്ട് സെറ്റ് ചെയ്യാൻ സെറ്റായി വരാൻ ഒരു 1 വീക്ക് എടുക്കും. ആദ്യം ഒന്ന് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഇതാണ്, പക്ഷേ ഈസിയാണ്. ഒരു നിമിഷം നേരം കൊണ്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത്. അതെ അതെ. എനിക്ക് നിഷാൻ ബ്രോ എന്നെ ഇരുത്തി എനിക്കൊരു ടെസ്റ്റ് തന്നിരുന്നു. ഞാൻ ജസ്റ്റ് അധികം ഓടിച്ചില്ല, ഞാൻ ജസ്റ്റ് ഇരുന്ന് നോക്കി, അതൊന്ന് ഡിറ്റാച്ച് ചെയ്ത് നോക്കി, അറ്റാച്ചൊക്കെ ചെയ്ത് നോക്കി, ജസ്റ്റ് ചെറിയ റൗണ്ട് എടുത്ത്. ബട്ട് യെസ്, ഇറ്റ്സ് ഭയങ്കര സിമ്പിളാണ് ഈ സാധനം ഓടിക്കാൻ. അപ്പോൾ കണ്ടില്ലേ, അതായത് നമ്മുടെ നിഷാൻ്റെ കൺവേർട്ടബിൾ ഇലക്ട്രിക് സ്കൂട്ടർ കം വീൽ ചെയർ ആൻഡ് ഹിസ് ഡെയിലി വെഹിക്കിൾ. അപ്പോൾ നിഷാൻ ബ്രോ, ഇത് നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന ആരുടെയെങ്കിലുമൊക്കെ ഒരു അറിയാവുന്ന പരിധിയിലുള്ള ആൾക്കെങ്കിലും ഇത് വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ഓക്കെ, വാങ്ങണമെങ്കിൽ ഇപ്പം കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിരിക്കും. അപ്പോൾ എന്നെ ഞാൻ ബ്രോയുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ബൈ ചെയ്യണമെങ്കിൽ, പർച്ചേസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇതിന് ഏകദേശം ഇത് എന്ത് റേറ്റ് വരുന്നത്? 1 lakh ആണ് വരുന്നത്. ടാക്സ് ഉൾപ്പെടെ ഡിസ്കൗണ്ട് പ്രൈസ് 1 lakh. 1 lakhന് അവർ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് റെഡിയാക്കി നമുക്ക് ഡോർ ഡെലിവറി ചെയ്യും. 95 days ആണ് ബുക്കിംഗ് പീരീഡ്. അതാണ് നമ്മൾ സാധാരണ വണ്ടി എത്തുന്നതിൻ്റെ റീച്ച് ആവുന്നതിൻ്റെ ഒരു ടൈം. കാരണം അവർ ആ ഒരു ഇത് മെഷർമെന്റ് കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് അത് ബിൽഡ് ചെയ്ത് വരണം. അപ്പോൾ ഇതിന്റെ സർവീസ് ഒക്കെ എങ്ങനെയാണ് അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു കസ്റ്റമർ സപ്പോർട്ട്? ഓക്കെ, നമ്മുടെ ഇത് വരുന്നത് 1 year വാറണ്ടിയാണ് വരുന്നത്. ബാറ്ററി ഫംഗ്ഷണൽ കാര്യത്തിനൊക്കെ 1 year വാറണ്ടി വരുന്നുണ്ട്. എന്തെങ്കിലും പാർട്സ് നമുക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ സ്പെയർ പാർട്സ് അവൈലബിൾ ആണ്. നമുക്ക് ഇതിലുള്ള അപ്പോൾ ഓർഡർ ചെയ്താൽ അവർ നമുക്ക് അയച്ചു തരും, കൊറിയർ ചെയ്ത് തരും. നമുക്ക് അത് പേയ്മെന്റ് ചെയ്തിട്ട് നമുക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വറീഡ് ആവണ്ട. നമുക്ക് എന്തെങ്കിലും മിസ് ആവുകയാണെങ്കിൽ. ബ്രോയ്ക്ക് എന്തെങ്കിലും ലൈക്ക് ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ദിസ്, ഈ ഒരു കമ്പനിയായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വെഹിക്കിളായിട്ട്? ഈ ഒരു വെഹിക്കിളായിട്ടുള്ള എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മൊബിലിറ്റി ഫീലാണ് എനിക്ക്. എന്താ പറയുക, പുറത്തോട്ട് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ആക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ കൊച്ചിയിൽ വന്നിട്ട് ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ട് പിന്നീട് ഇവിടെയുള്ള യാത്രയൊക്കെ ഒരു വണ്ടി എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് ഈ ഒരു വണ്ടിയിൽ തന്നെ ഓൺ റോഡ് നമുക്ക് എല്ലാ സ്ഥലത്തും പോകാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ സംഭവിച്ചു, നമ്മൾ ഇങ്ങനെ ഒരു സാഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് അതെ നമുക്കൊരു ആ ഒരു നമ്മളിപ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്കും അങ്ങനെ ഒരു വിഷമം വന്നാൽ നമ്മൾ ബൈക്ക് എടുത്ത് ഇറങ്ങും. അതെ, അപ്പോൾ അതേപോലത്തെ ഒരു ഫീല് നമുക്ക് ഇതിൽ നിന്നും കിട്ടും, ഇതിൽ നിന്ന് ഉറപ്പായിട്ടും കിട്ടും. നമുക്ക് ആ ഒരു ഫീൽ ദ മൊബിലിറ്റിയാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഫ്രണ്ട്സിനോടൊപ്പം ഏതെങ്കിലും ഒരു കഫേയിൽ പോയിട്ട് ഇരുന്ന് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാം, ടീ ഒക്കെ കുടിച്ച് സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഭയങ്കര ഒരു ഫീൽ. ഹോസ്പിറ്റലാണെങ്കിലും ഇപ്പോൾ ഓഫീസിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പോകാനും ഒക്കെ ഈസി ആയിട്ട് പോവാം. ഈസിയാണ്, മെയിൻലി ഭയങ്കര ഈസിയാണ്. അപ്പോൾ കണ്ടില്ലേ, അതായിരുന്നു നമ്മുടെ നിഷാൻ ബ്രോൻ്റെ ആ ഒരു വെഹിക്കിളിനെ പറ്റിയുള്ളൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പുള്ളിക്കാരനെ എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾ ചിലപ്പോൾ ചാനൽ ആദ്യമായിട്ടായിരിക്കും കാണാൻ പോകണം. ബട്ട് സ്റ്റിൽ ആർക്കെങ്കിലും ഒക്കെ ഇത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് മേ ബി അവർക്ക് ആ ഒരു ക്ലോസ്ഡ് വേൾഡിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരു ഹെൽപ്പായിരിക്കും തന്നെ പ്രതീക്ഷിക്കുന്നു ഈ സാധനം. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ. ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ ബെല്ലിംഗിൽ അറിയിക്കുന്ന സാധനം ഓപ്ഷൻ മറ്റാരും നിങ്ങൾ സ്വന്തം കൊച്ചിമച്ചാൻ. ബൈ. നിഷാൻ എനിക്ക് മറവി കുറച്ച് കൂടുതലാണ്. ഓക്കെ, മതി, അത്രയൊന്നും കിട്ടണ്ട. ജസ്റ്റ് വരിക, ഇവിടെ നിർത്താത്രേ ഉള്ളൂ. എന്താ ടച്ച് ചെയ്തു? ഹലോ ടോണിക്കുട്ടനാണ് ക്യാമറ. നേരിട്ട് കാണുമ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ചോദിക്കാൻ വീഡിയോ എടുക്കാം.